നമസ്കാരം. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു മണ്ഡലം, 5 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മൊത്തത്തിൽ മത്സരിക്കുന്നത്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എന്താണ്, കാരണം 40 വർഷമായി ചടയമംഗലം പഞ്ചായത്തിൽ തുടർഭരണം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അങ്ങനെ ഒരു ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് ഇങ്ങനെ ഒരു വാർഡിൽ മത്സരിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, എന്തൊക്കെയാണ് മുൻപോട്ടുള്ള കാര്യങ്ങൾ? നമസ്കാരം. കഴിഞ്ഞ 40 വർഷമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം LDFിനാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചടയമംഗലം പഞ്ചായത്തിൽ ആകമാനം നടപ്പിലാക്കുവാൻ LDFിന് കഴിഞ്ഞു. എടുത്തു പറയത്തക്ക നിരവധി നേട്ടങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തിൽ ആകമാനം ഉണ്ടായിട്ടുണ്ട്. ഈ പോരാട്ടത്തെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന പോരാടം ശരിക്കും ഒരു മതേതര സ്വഭാവം എന്നും പുലർത്തുന്ന ഒരു പ്രദേശമാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരു മാലയിലെ മുത്തുപോലെ ഇഴകിച്ചേർന്ന് ജീവിക്കുന്ന നാടാണ് പോരാടം. പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഇന്ന് വരെ രാഷ്ട്രീയ സംഘടനമോ മതപരമായ സംഘർഷങ്ങളോ ഒന്നും ഉണ്ടാകാത്ത ഒരു നല്ല പ്രദേശമാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് നടന്നുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ LDFിന് കയ്യൊപ്പ് ചേർത്താൻ കഴിയുന്നതാണ്. അല്ലാതെ മറ്റാരും തന്നെ ഈ പഞ്ചായത്ത് ഈ പോരാടം പ്രദേശത്ത് മറ്റൊരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ, വിജയപ്രതീക്ഷകൾ. തീർച്ചയായും നല്ലൊരു വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വമായത് മുതൽ ഈ വാർഡിലെ ജനങ്ങൾ LDFിന് അനുകൂലമായി ചിന്തിക്കുന്നു. ആ ഒരു തരംഗം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതിങ്ങനെ കുറേശ്ശെ വളർത്തി നിലനിർത്തി കൊണ്ടുവന്നു അത് വോട്ടാക്കി മാറ്റി 6 മണിയോടെ അത് പൂർണ്ണതയിലെത്തി. തീർച്ചയായും ജയിക്കാൻ കഴിയും, നല്ല ഭൂരിപക്ഷം ജയിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയാശംസകൾ. താങ്ക് യു.